ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടെയാണ് അവരൊന്നും പറയാത്ത തരത്തിലേക്ക് വലിയ പ്രശംസയും പുകഴ്ത്തലുമൊക്കെയായി മുഖപത്രത്തിലെ എഡിറ്റോറിയൽ ഇന്ന് പുറത്തു വന്നത്. പിന്നീട് അതിൽ വിശദീകരണം നൽകേണ്ടുന്ന അവസ്ഥയിലേക്ക് ഈ മുതിർന്ന നേതാക്കൾ എത്തുന്നു. പുറത്താക്കിയത് എല്ലാവരുടെയും ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് എന്നതിലേക്കൊക്കെ വീണ്ടും വിശദീകരണം നൽകേണ്ടി വരുന്നു. KPCC അധ്യക്ഷൻ ഉൾപ്പെടെ എന്നൊക്കെയുള്ളതാണ്. ഏതായാലും അതിൽ തെറ്റുപറ്റിപ്പോയി എന്നുള്ളതാണോ മാനേജ്മെന്റ് ഇപ്പോൾ പറയുന്നത്? അനുജ, ഈ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമെന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നമുക്കറിയാം ഈ രാഹുലിനെ ചൊല്ലി കോൺഗ്രസിനകത്ത് അവരുടെ പാളയത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഭിന്നതയുണ്ട്. കെ സുധാകരന് തിരുത്തേണ്ട വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനൊക്കെ അപ്പുറമായിരുന്നു വീക്ഷണത്തിലെ ലേഖനം. അതിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM എതിരാളികൾക്കെതിരെ കൊണ്ടുവരുന്നതാണ് വ്യാജ ലൈംഗിക ആരോപണങ്ങൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റമെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതായത് രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു ലേഖനമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയും. എന്നാൽ ആ ലേഖനം വന്ന് പൊതുസമൂഹത്തിൽ ചർച്ചയായതിന് പിന്നാലെ നമ്മൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം കേട്ടതാണ്. അദ്ദേഹം പോലും അതിനെ പൂർണ്ണമായും തള്ളുകയാണ്. മാത്രമല്ല, നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിലെ ഭിന്നത അതിനാക്കം കൂട്ടുന്നതാണ് ഈ വീക്ഷണത്തിലെ ലേഖനം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു പരിഹാസം നിറഞ്ഞ മറുപടിയാണ്. കാരണം രാഹുൽ വിഷയത്തിൽ VD സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധരുടെ വീക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് വീക്ഷണം പത്രത്തിലെ ഇപ്പോഴത്തെ ഈ നിലപാട്. ഇക്കാര്യത്തിൽ, അതായത് ഈ വീക്ഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂല ലേഖനത്തിൽ വിശദീകരണവുമായി മാനേജ്മെന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ജാഗ്രത കുറവുണ്ടായെന്നും എഡിറ്റോറിയൽ ബോർഡിനോട് വിശദീകരണം തേടിയെന്നും MD ജെയ്സൺ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുള്ള വീക്ഷണത്തിലെ എഡിറ്റോറിയൽ തിരുത്താൻ ആവശ്യപ്പെട്ടുവെന്ന് KPCC അധ്യക്ഷനും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വീക്ഷണത്തിലെ ലേഖനം ചെറിയ തലവേദനയല്ല കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ കൂടുതൽ വീക്ഷണത്തെ ലേഖനത്തെ ചൊല്ലി കൂടുതൽ പരസ്യ പ്രതികരണം വേണ്ട എന്ന അനൌദ്യോഗിക തീരുമാനം അത് കോൺഗ്രസ് എടുത്തിട്ടുമുണ്ട്. അനുജ, ഇതിൽ ഷഫീദ്, ഒരു കാര്യമുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള മുതിർന്ന നേതാക്കളുടെ പ്രതികരണത്തിൽ നമ്മൾ കാണുന്നത് പലരും പറയുന്ന ഒരു കാര്യം, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നതാണ്. CPIM BJP ഗൂഢാലോചന എന്നൊക്കെ ആവർത്തിക്കുന്ന നേതാക്കളെ നമ്മൾ കാണുന്നു. പക്ഷേ ഈ മുഖപത്രത്തിലുള്ളത് അതിനെയൊക്കെ കടന്നുകൊണ്ട് ഇതൊരു വ്യാജ ആരോപണമാണ്, അതിനെ ഈ അപവാദങ്ങളെയൊന്നും ഒക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ പൂർണ്ണമായും വെള്ളപൂശുന്ന തരത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും കോൺഗ്രസിനുണ്ടാക്കുന്നത് ചീത്തപ്പേര് വലുതാണല്ലോ. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചൊല്ലി കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഭിന്നതയുടെ അളവ് അത് വലിയ തരത്തിൽ, അതായത് കോൺഗ്രസിൽ പ്രശ്നമാണ്. മുതിർന്ന നേതാക്കൾക്കടക്കം അക്കാര്യത്തിലെ മറ്റു ചില നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിനടക്കം അതൃപ്തിയുണ്ട്. നമുക്കറിയാം, ഈ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് രാഹുലിനെതിരെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു. അപ്പോഴും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഒരു സോഫ്റ്റ് ടോണിക്, അതായത് രാഹുലിനെ പൂർണ്ണമായും തള്ളാതെയുള്ള സമീപനം എടുത്തത് അന്ന് തന്നെ കോൺഗ്രസിൽ തലവേദനയായിരുന്നു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഒരു ശബ്ദരേഖ പുറത്തേക്ക് വരുന്നു. പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പാലക്കാട്ടെ ഇടപെടലുകളെ സംബന്ധിച്ച് വലിയ തരത്തിൽ ചർച്ചയുണ്ടാക്കുന്നു. ഇതൊക്കെ കോൺഗ്രസിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത് ചെറുതല്ല. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതേപോലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഈ രേഖകളൊക്കെ പുറത്തേക്ക് വന്നത് പരാതിയായി തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ രാഹുലിനെ പൂർണ്ണമായും തള്ളി. എന്നാൽ അപ്പോൾ പോലും മറ്റു ചില നേതാക്കൾ, അത് നമുക്ക് ഷാഫി പറമ്പലിന്റെ അടക്കം കാര്യത്തിൽ അറിയാം, മറ്റു ചില നേതാക്കളുടെ ആദ്യ പ്രതികരണം അവർ തുടങ്ങുന്നത് രാഹുലിനെ തള്ളിയിട്ടാണെങ്കിലും അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ രാഹുലിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സംശയത്തിന്റെ നിഴലൊക്കെ നിർത്തുന്നത് നമ്മൾ കണ്ടു. ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഒക്കെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ രൂക്ഷമായ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇന്ന് K സുധാകരന് അദ്ദേഹത്തിന്റെ മുൻ പ്രതികരണം തിരുത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നേതാക്കൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന് പറയുമ്പോൾ പോലും സംഘടനാ തലത്തിൽ കോൺഗ്രസിന് അത് പ്രശ്നമുണ്ടാക്കുന്നത് ഈ നേതാക്കളുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. അത് കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്ന അഭിപ്രായവുമാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ വീക്ഷണത്തിലെ ലേഖനം വരുമ്പോൾ അത് സാധാരണ നേതാക്കളുടെ പ്രതികരണത്തിന് അപ്പുറത്തേക്ക് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന് വെള്ളപൂശുന്നതായിരുന്നു. പ്രത്യേകിച്ച് രാഹുലിന് ശത്രുക്കളുണ്ട്, അത് രാഷ്ട്രീയ ശത്രുക്കളാണ്, വ്യാജ ലൈംഗിക ആരോപണമാണ്, തെരഞ്ഞെടുപ്പ് കാലം ലക്ഷ്യം വെച്ച് കൊണ്ടുവന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും അത്തരത്തിൽ പ്രതികരണം നടത്തുന്നതും കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ വീക്ഷണം പോലുള്ള അവരുടെ മുഖപത്രത്തിൽ ലേഖനം വരുന്നതും അത് കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി ഇക്കാര്യത്തിൽ വളരെ പരിമിതമായി ഉള്ള പ്രതികരണം മാത്രമേ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയുള്ളൂ. അനുജ, അതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പുതുതല
പുതുതലമുറ നേതാക്കൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒട്ടേറെ പുതുതലമുറ നേതാക്കൾ പാർട്ടിയിൽ വളർന്നു വരുന്നുണ്ട്. അത് അസൂയ പൂണ്ട CPM-നെ കുറിച്ച് അങ്ങനെ ആ തരത്തിലേക്കൊക്കെയാണ് മനഃപൂർവ്വം ഉണ്ടാക്കിയ വ്യാജ ആരോപണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് മുഖപത്രത്തിന്റെ എഡിറ്റോറിയലാണ് ഇന്നിപ്പോൾ നേതാക്കൾക്ക് തള്ളിപ്പറയേണ്ടി വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.